നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. ജനത ഫാമിലി ബസാർ, കോൺവെന്റിന് മുൻവശം, ജനത ജ്വല്ലറി ബിൽഡിംഗ്, ചേലക്കര. ചെറുതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിൽ യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി. ചെറുതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിൽ യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഉദ്ഘാടന കർമ്മം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാർമക്കോളജി ഡോക്ടർ സുദേശൻ ഗൈതാനി നിർവഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ വി.സി. ദീപ് സ്വാഗതം ആശംസിച്ചു. ബാക്ക് പെയിൻ ഉള്ളവർക്ക് പോലും ലഘുവായിട്ടുള്ള വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ മാറുന്നതാണ്. അതിനോട് സപ്പോർട്ട് ചെയ്യും. അധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള വ്യായാമങ്ങൾ നമ്മൾ ചെയ്യാനും പറയുന്നില്ല. ഇപ്പൊ ജിമ്മിനൊക്കെ പോകുന്ന തരത്തിലുള്ളതുണ്ടല്ലോ, അത് നമ്മൾ അത്രയധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല. നമ്മള് ലഘു വ്യായാമത്തിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. അത് യോഗയിലൂടെ നമുക്ക് സാധിച്ചെടുക്കാവുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ആയുർവേദത്തിന്റെ ചികിത്സയുടെ ഒരു ഭാഗം തന്നെയാണ് യോഗ എന്നുള്ളത് കൊണ്ട് നമ്മുടെ സ്ഥാപനവും യോഗാ ദിനാഘോഷം വളരെ ഗംഭീരമായിട്ട് ആചരിക്കും. ഈ വർഷത്തെ നമ്മുടെ തീം എന്ന് പറഞ്ഞാല് ഈ യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നുള്ളത്. നമ്മുടെ നമുക്ക് സ്വന്തമായിട്ടും നമ്മുടെ സൊസൈറ്റിക്കും വേണ്ടി യോഗ എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ വ്യക്തിക്ക് നന്നാവാൻ വേണ്ടി യോഗ വേണം, അതോടൊപ്പം സമൂഹം നന്നാവുന്നതിനും യോഗ സഹായിക്കുന്നു. അസിസ്റ്റന്റ് ഡയറക്ടർ ബയോകെമിസ്ട്രി ഡോക്ടർ എൻ തമിഴ് ശെൽവം, റിസർച്ച് ഓഫീസർമാരായ ഡോക്ടർ രമ്യ ഇ, ഡോക്ടർ സരിക കെ.എസ്., അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷിയോ പ്രസാദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. യോഗ വ്യക്തിക്കും സമൂഹത്തിനും എന്ന വിഷയത്തെ അധികരിച്ച് റിസർച്ച് ഓഫീസർ ഡോക്ടർ അശ്വതി മോഹൻ ക്ലാസ് എടുത്തു. യോഗയിലെ 8 അംഗങ്ങളും അവ ശീലിക്കേണ്ടതിന്റെ പ്രാധാന്യവും എടുത്തു പറഞ്ഞു. ക്ലാസിൽ 100ഓളം പൊതുജനങ്ങൾ പങ്കെടുത്തു. യോഗ ദിനത്തോടനുബന്ധിച്ച് യോഗയെ കൂടുതൽ പരിചയപ്പെടുന്നതിനായി വിദ്യാർത്ഥികൾക്ക് പ്രസംഗ മത്സരവും യോഗാസന മത്സരവും സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാ ദിവസവും പൊതുജനങ്ങൾക്കായി യോഗ പരിശീലനവും നടത്തുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ ഒരു പ്രമേയം പാസാക്കി. ജൂൺ 21, അതായത് രാത്രിയും പകലും ഒരേപോലെയുള്ള ഈ ജൂൺ 21 നമുക്ക് ഇന്റർനാഷണൽ യോഗ ഡേ ആയിട്ട് ആചരിക്കണം എന്നൊരു പ്രമേയം വെച്ചപ്പോൾ ഐക്യരാഷ്ട്രസഭയിലുള്ള എല്ലാ ലോകരാഷ്ട്രങ്ങളും ഐക്യകണ്ഠേനയാണ് ആ ഒരു പ്രമേയത്തെ പാസാക്കിയത്. അതായത് ഭാരതത്തിൽ നിലവിലുള്ള 1000ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ പ്രചരിച്ചിരുന്ന ഒരു യോഗ സമ്പ്രദായത്തെ ഇന്റർനാഷണലി അംഗീകരിക്കാൻ വേണ്ടി മറ്റു രാജ്യങ്ങൾക്കൊന്നും ഒന്ന് ചിന്തിക്കുക പോലും വേണ്ടി വന്നിരുന്നില്ല. അതായത് ഇതിന്റെ ഒരു പ്രാധാന്യത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ പോലെ തന്നെ ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും അവിടുത്തെ പൗരന്മാരും അത് തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അന്ന് മുതൽ 2015 ജൂൺ 21 മുതൽ നമ്മൾ അന്താരാഷ്ട്ര യോഗാ ദിനാചരണമായിട്ട് ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അംശത്തിനും സമാധാനമുണ്ടാവുക, ആരോഗ്യമുണ്ടാവുക, സന്തോഷമുണ്ടാവുക എന്ന ഉദ്ദേശത്തോടെ ലോകത്തിലെ എല്ലാ ജനങ്ങളും യോഗയെപ്പറ്റി അറിയണം, അഭ്യസിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 2015 മുതൽ എല്ലാ വർഷവും ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കുന്നത്. ഏകദേശം 45 മിനിറ്റ് ദൈർഘ്യമുള്ള കോമൺ യോഗ പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു വീഡിയോ ആയുഷ് മിനിസ്ട്രിയുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പം അത് നോക്കി എല്ലാവരും യോഗയെപ്പറ്റി അറിയാനും അത് സ്ഥിരം അഭ്യസിക്കാനും കൂടെയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ചടങ്ങിൽ എനിക്ക് മുമ്പ് പ്രസംഗിച്ചവരെല്ലാം തന്നെ നമ്മുടെ ലോകത്ത് ഇതോടനുബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങളെ പറ്റിയും ഇന്ത്യ ഗവൺമെൻറ് ഇതിലെടുത്തിട്ടുള്ള ഇനീഷ്യേറ്റീവ്സിനെ പറ്റിയും നമ്മുടെ സ്ഥാപനം ഇതിനായി നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയും എല്ലാം പറയുകയുണ്ടായി. അപ്പം ഞാൻ എൻ്റെ ന്യൂസ് ഡെസ്ക് CCV.